നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് എന്താണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഒരു ബിസിനസ്സിൽ നടക്കുന്ന പർച്ചേസസും സെയിൽസും അതുപോലെ തന്നെ അതുമായി ഡയറക്റ്റ്ലി കണക്ട് ചെയ്ത് വരുന്ന എക്സ്പെൻസസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. അതിലൂടെ ആ ഒരു പ്രിപ്പറേഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ബിസിനസ്സിൽ നെറ്റ് സെയിൽസ് കൂടുതലും ചിലവ് കുറവാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ടാണ് കണക്കാക്കുക. ദെൻ നെറ്റ് സെയിൽസ് കുറവും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൂടുതലുമാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഗ്രോസ് ലോസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക അല്ലേ. അപ്പോൾ നമ്മളതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് അതിൻ്റെ ഫോർമാറ്റ് അല്ലേ. ഇനി നമ്മുടെ വർക്ക് പ്രകാരം അത് എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓൾറെഡി ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആദ്യം നമ്മൾ ട്രയൽ ബാലൻസ് നമുക്കൊന്ന് എടുക്കാം. ട്രയൽ ബാലൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ആ ഒരു ട്രയൽ ബാലൻസ് ഓപ്പൺ ചെയ്യാണ്. ദെൻ ഇവിടെ നോക്കാം, നമ്മൾ ഓൾറെഡി അതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രയൽ ബാലൻസ് എന്ന് പറയാം, ട്രയൽ ബാലൻസ്. അപ്പോൾ ഈ ട്രയൽ ബാലൻസ് ബേസ് ചെയ്തിട്ട് നമ്മളെങ്ങനെയാണ് ഈ പറയുന്ന ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. എക്സാമ്പിളായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഫോർമാറ്റ് എങ്ങനെയാണ്. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ പർച്ചേസ് വേണം, പർച്ചേസ് റിട്ടേൺ വേണം, ഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അത് വേണം, ദെൻ അതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺ, അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതും, ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതും അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് ഫയൽ നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു ട്രയൽ ബാലൻസിൽ എന്തൊക്കെയാണ് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് വേണ്ടത്. ക്യാഷ് വേണ്ട, ഈ കാര്യങ്ങളൊന്നും വേണ്ട അല്ലേ. നമുക്ക് ഏതാ വേണ്ടത്, പർച്ചേസ് വേണം, പർച്ചേസ് നമുക്ക് വേണം. സോ ഞാനതൊന്ന് മാർക്ക് ചെയ്യാണ്, പർച്ചേസ് വേണം. അതുപോലെ തന്നെ ഇതിൽ വേണ്ട മറ്റൊരു കാര്യം സെയിൽസ് വേണം അല്ലേ. സെയിൽസ് നമുക്ക് വേണം, കാരണം പർച്ചേസും സെയിൽസും നമുക്ക് വേണം. അതുപോലെ തന്നെ സെയിൽസ് റിട്ടേണും പർച്ചേസ് റിട്ടേണും വേണം. നിർബന്ധമായിട്ടും വേണ്ട കാര്യങ്ങളാണ് പർച്ചേസ്, സെയിൽസ് റിട്ടേൺ, പർച്ചേസ് റിട്ടേൺ. പിന്നെ വരുന്ന ഐറ്റംസ് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കുമാണ്. അതുപോലെ ഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അതുമാണ്. പക്ഷേ അതൊന്നും നമ്മുടെ ഈ ഒരു വർക്കിലില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പർച്ചേസ് എടുത്തു. ഫസ്റ്റ് ഐറ്റം എന്താണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ലെങ്കിലും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് കൊടുക്കാം. ഓക്കെ, പ്രശ്നമൊന്നുമില്ല, ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാം. അപ്പോൾ ഞാൻ 0 കൊടുത്തു, കാരണം ഓപ്പണിംഗ് സ്റ്റോക്ക് ഒന്നും ഇല്ല അല്ലേ. അതുപോലെ തന്നെ പർച്ചേസ് നെക്സ്റ്റ് വരുന്നത് എന്താണ്, പർച്ചേസ് എത്രയാണ് ഇവിടെ വരുന്നത്, 95,000 അല്ലേ. 95,000 ആണ് പർച്ചേസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 95,000 എന്ത് ചെയ്തു, പർച്ചേസ് ആയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി അതിൽ റിട്ടേൺസ് വരുന്നത് എത്രയാണ്, റിട്ടേൺസ് വരുന്നത് നമുക്ക് ജസ്റ്റ് കൊടുക്കാം. പർച്ചേസ് റിട്ടേൺ ആയിട്ട് വരുന്നത് 2,000 രൂപ പർച്ചേസ് റിട്ടേൺ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 95,000 നിന്ന് 2,000 രൂപ നമ്മൾ പർച്ചേസ് റിട്ടേൺ ആയിട്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, ടോട്ടൽ 93,000 രൂപയാണെന്ത് നെറ്റ് പർച്ചേസ് ആയിട്ട് വരാം. ഓക്കെ, നെറ്റ് പർച്ചേസ് ആയിട്ട് വരുന്നത് 93,000 രൂപയാണ്. മനസ്സിലായോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, പർച്ചേസ് എത്രയാണെന്നുള്ളത് കിട്ടി. നെറ്റ് പർച്ചേസ് എന്ന് പറയുമ്പോൾ ഇതാണ് ടോട്ടൽ പർച്ചേസ് ടോട്ടൽ 95,000 ആണ്. അതിന്ന് പർച്ചേസ് റിട്ടേൺ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നെറ്റ് പർച്ചേസ് കിട്ടും. നെറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രോസും നെറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താ, ഗ്രോസ് എന്ന് പറയുന്നത് ടോട്ടലാണ്. ദെൻ നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും മൈനസ് ചെയ്യുമ്പോഴാണ് നെറ്റായിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ പർച്ചേസിൻ്റെ ടോട്ടൽ 95,000, അതിൽ നമ്മൾ എന്ത് ചെയ്തു, പർച്ചേസ് റിട്ടേൺ മൈനസ് ചെയ്തപ്പോൾ നെറ്റ് പർച്ചേസ് കിട്ടി, 93,000 നെറ്റ് പർച്ചേസ് ആയിട്ട് കിട്ടി. ഓക്കെ, ദെൻ ഇതാണ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്ത്. ഇനി ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ല, അപ്പോൾ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് എക്സ്പെൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് താഴെ എന്ത് ചെയ്യാം, ഡയറക്റ്റ് എക്സ്പെൻസസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസ് കൂടെ കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ഫോർമാറ്റ് പ്രകാരം ഡയറക്റ്റ് എക്സ്പെൻസസ് എന്നുള്ളതുകൂടെ കൊടുക്കുകയാണ്. ഡയറക്റ്റ് എക്സ്പെൻസസ് എന്നുള്ളതുകൂടെ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതുകൂടെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലീവ് ചെയ്തു. അടുത്ത എന്താ, സെയിൽസ് റിട്ടേണുമാണ്. അപ്പോൾ പർച്ചേസ് റിട്ടേണും പർച്ചേസും എടുത്തു അല്ലേ, സെയിൽസ് റിട്ടേണുമാണ്. അപ്പോൾ സെയിൽസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, 1,00,000 സെയിൽസ്. അപ്പോൾ 1,00,000 കൊടുത്തു. 1,00,000 നിന്ന് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്തു, 1,500 മൈനസ് ചെയ്തു. അപ്പോൾ എത്രയാണ് കിട്ടിയത്, അപ്പോൾ നമുക്ക് കിട്ടി 98,500 അല്ലേ. 98,500 ആണ് ബാലൻസ് വരുന്ന എമൗണ്ട്. സോ
ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഇപ്പോൾ നമ്മൾ ചെയ്തു. ഇനി ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് വരിക അല്ലേ. ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതും കൂടെ വരും. ക്ലോസിംഗ് സ്റ്റോക്ക് കൂടെ ഉണ്ടെങ്കിൽ അത് വരും. നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ക്ലോസിംഗ് സ്റ്റോക്ക് 0 ആയിട്ട് കൊടുത്തു. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫോർമാറ്റ് അല്ലേ. ഓപ്പണിംഗ് സ്റ്റോക്ക് പർച്ചേസ് നിന്ന് പർച്ചേസ് റിട്ടേൺ കുറക്കുക, അപ്പോൾ നമുക്ക് നെറ്റ് പർച്ചേസ് കിട്ടും. ദെൻ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ കൊടുക്കണം. ദെൻ സെയിൽസിൽ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് കൊടുത്തു. ദെൻ അതിന്ന് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്തു. ദെൻ അപ്പോൾ നെറ്റ് സെയിൽസ് കിട്ടി. ദെൻ അതിനുശേഷം ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ടോട്ടൽ വന്നത് രണ്ട് സൈഡും നോക്കുമ്പോൾ 98,500 സെയിൽസിൻ്റെ സൈഡ്, മീൻസ് ക്രെഡിറ്റ് സൈഡ് 98,500 വന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ എത്രയാണ്, 93,000 ഉള്ളൂ. 93,000 ഉള്ളൂ. അപ്പോൾ 98,500 93,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടി? ഗ്രോസ് പ്രോഫിറ്റ് 5,500 എന്ന് പറയുമ്പോൾ നമ്മൾ ലെഡ്ജറൊക്കെ ബാലൻസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. രണ്ട് സൈഡും നോക്കാം ഏത് സൈഡാണ് കൂടുതൽ. ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ അല്ലേ, 98,500. അപ്പോൾ ആ എമൗണ്ട് എന്ത് ചെയ്യുക, രണ്ട് സൈഡിലും കൊടുക്കുക. രണ്ട് സൈഡിലും ടോട്ടൽ ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിലും 98,500 എന്നുള്ളത് ടോട്ടൽ ചെയ്തിട്ട് കൊടുക്കുക. ഇനി എന്ത് ചെയ്യാം, എവിടെയാണ് ഡിഫറൻസ്? ഇപ്പോൾ ഇവിടെ 93,000 ഉള്ളൂ. ദെൻ ഡിഫറൻസ് വരുന്ന എമൗണ്ട് 5,500 എന്ത് ചെയ്യുക, അതാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയാം. കാരണം ക്രെഡിറ്റ് സൈഡ് സെയിൽസിൻ്റെ സൈഡ് കൂടുതലും നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ സൈഡ് കുറവുമാണ്, മീൻസ് എക്സ്പെൻസിൻ്റെ സൈഡ് കുറവുമാണ് അല്ലേ. അപ്പോൾ എത്രയാണോ കുറവ് വരുന്ന എമൗണ്ട് അത് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് ആണ്, നമ്മൾ ലാഭത്തിലാണ്. 5,500 നമ്മുടെ ട്രേഡിംഗ് അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് പ്രകാരം നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5,500. ഓക്കെ, അതായത് നമ്മുടെ മെയിൻ സാലറി, റെൻറ്റ് പോലെയുള്ള എക്സ്പെൻസസ് ഒക്കെ കുറക്കുന്നതിന് മുമ്പ് നമ്മൾ പർച്ചേസും സെയിൽസും വെച്ചിട്ട് അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എക്സ്പെൻസസ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് വരുന്ന ഗ്രോസ് മീൻസ് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5,500. ഓക്കെ, 5,500 ഇതല്ല ശരിക്കും ആക്ച്വൽ പ്രോഫിറ്റ്. ഈ 5,500 എന്ന് പറയുന്നത് ആക്ച്വൽ പ്രോഫിറ്റ് അല്ല. കാരണം ഇതിന്ന് നമുക്ക് ഇനിയും എക്സ്പെൻസസ് കുറക്കാനുണ്ട്. അപ്പോൾ ഇതുവരെ ചെയ്തത് ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. ഈ രീതിയിലാണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ചെയ്ത് നോക്കാം ഇത് കിട്ടുന്നുണ്ടോ, ഈ ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ വരുന്ന രണ്ടാമത്തെ റിപ്പോർട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സോ അതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം.